FM. ഇവിടെയുണ്ട് ഇത്തിരി പാട്ട് ഒത്തിരി കൂട്ട്. This is RJ Nivedya and today we are celebrating International Women's Day and that too in collaboration with IMA MSN. യെസ്, മാർച്ച് 8 അതായത് അന്താരാഷ്ട്ര വനിതാ ദിനം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് is someone who embodies dedication and excellence throughout her life journey. നമ്മുടെ JFM കോൺവെർസേഷൻസ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് അവർ വെരി ഓൺ ഡോക്ടർ അമലു ജോയ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഓർത്തോപെഡിക്സ് അറ്റ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തൃശ്ശൂർ. ഡോക്ടർ അമലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് എ ഡൈനാമിക് ഓർത്തോപെഡിക് സർജൻ വിത്ത് എക്സ്പെർട്ടീസ് ഇൻ ട്രോമ കെയർ, സ്പോർട്സ് മെഡിസിൻ ആൻഡ് ആർത്രോസ്കോപ്പി. ആൻഡ് അബവ് ഓൾ ഷീ ഈസ് എ കുഹാസ് ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ ഓർത്തോപെഡിക്സ്. സോ നമുക്ക് ഒട്ടും ഡിലേ ആക്കാതെ ഡോക്ടർ അമലുവിലേക്ക് പോകാം. സോ മാം, എങ്ങനെയാണ് മാമിൻ്റെ ലൈഫ് ഒരു ജേർണീനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടൊന്നൊരു ഇൻട്രോ പറയാമോ? എൻ്റെ പാരൻസ് ടീച്ചറായിരുന്നു, രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ടീച്ചർ ആവാനായിരുന്നു താല്പര്യം. അപ്പോൾ അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. MBBS പഠിച്ചത് മലബാർ മെഡിക്കൽ കോളേജിലാണ്, കോഴിക്കോട്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് PGക്ക്. അപ്പോൾ PG പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആ സമയത്ത്. പ്രിപ്പറേഷൻ കഴിഞ്ഞ് അത്ര നല്ല റാങ്ക് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പോട്ടിൽ സെലക്ട് ചെയ്ത സീറ്റാണ് ഓർത്തോപെഡിക്സ്. എനിക്ക് അന്ന് ഓർത്തോപെഡിക്സ് PG ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഈ ഫീൽഡ്. എന്തിന് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് സ്ട്രെങ്ത് വേണം, മെയിൽ ഡോമിനൻ്റ് ഫീൽഡാണ്. പിന്നെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്, എന്തിനാണ് ഒരു ഫീമെയിൽ ഇപ്പോൾ ഓർത്തോ എടുത്തതെന്നുള്ള. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്ത് ഇവിടെ എത്തി. പക്ഷെ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. അതാണ്, നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് പേരാണ് ഫീമെയിൽ ഓർത്തോപെഡിഷ്യൻസ് ഉള്ളത്. സോ മാമിനെ ഇതിലേക്ക് ഇപ്പോൾ മാം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർത്തോപെഡിഷ്യനാണ്. സോ വാട്ട് മോട്ടിവേറ്റ്സ് യു? അത് തന്നെയാണ്, ഇവിടെ ഫീമെയിൽ ഓർത്തോപെഡിഷ്യൻസ് വളരെ കുറവാണ്. നമ്മൾ ഫീമെയിൽസ് കുറച്ചും കൂടെ ആളുകൾ ഓർത്തോപെഡിക്സ് ചൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആക്ച്വലി ഈ ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളത് നമ്മുടെ പ്രൊഫഷനിലും വരണം. അതെ, എസ്പെഷ്യലി ഇൻ ഓർത്തോപെഡിക്സ് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കാർഡിയോളജി, യൂറോളജി, ന്യൂറോ സർജറി, അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ വളരെ ഫീമെയിൽസ് കുറവാണ്. അപ്പം അങ്ങനത്തെ ജെൻഡർ ഇക്വാലിറ്റി ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാലമാണ്, പ്രത്യേകിച്ച് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. അങ്ങനത്തെ കാര്യങ്ങളിൽ വളരെയധികം അവർ പ്രൊമോഷൻ തരുന്നതാണ്, അവർ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണതെല്ലാം. അപ്പം നമ്മൾ അതിലേക്ക് ഫീമെയിൽസ് അതിലേക്ക് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ മാം, എല്ലാവരും ഒരു ഹെസിറ്റേഷൻ കാണിക്കാറുണ്ട് ഫീമെയിൽസ് ഓർത്തോപെഡിക്സ് അല്ലെങ്കിൽ സർജറിയിലൊക്കെ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ മാം ഇപ്പോൾ ഇത് PG ചെയ്തു, അതിന് ശേഷം മാം MS ചെയ്തു, DNB എടുത്തു. അപ്പോൾ ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ ഒരു ഫീമെയിൽ ആയതുകൊണ്ട് മാമിൻ്റെ കേപ്പബിലിറ്റീസ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന വല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അത് എപ്പോഴും പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്നായാലും വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നായാലും നമ്മളോട് എപ്പോഴും ചോദിക്കും, എങ്ങനെയുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, കേസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫ്രാക്ചർ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡിസ്ലൊക്കേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, റീമേഴ്സ് ഉണ്ട്, ആർത്രോസ്കോപ്പി ഒക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പക്ഷെ നമുക്ക് ആ സപ്പോർട്ട് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ വേണം. ഇവിടെ അതുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഒരു സർജനാണ്, പിന്നെ ഒരു പ്രൊഫസറാണ്, ഞങ്ങളെപ്പോലുള്ള ഒരുപാട് യങ് ഡോക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്പോർട്സിൽ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്, പോരാത്തതിന് ഇപ്പോൾ ഒരു അമ്മയാണ്. സോ എങ്ങനെയാണ് ഇത്ര മൾട്ടിപ്പിൾ റോൾസ് എങ്ങനെ മാം ബാലൻസ് ചെയ്ത് പോകുന്നു? ഈ റോൾസ് എല്ലാ ഫീമെയിൽസും ഫേസ് ചെയ്യുന്നതാണ്, അമ്മ, വർക്ക് എല്ലാം. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എല്ലാവർക്കും വേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വർക്കിൽ വരുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടാണ് ഞാൻ ആക്ച്വലി ജിമ്മിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ മോനെ കാണുമ്പോൾ സന്തോഷം, അപ്പോൾ നമ്മളതെല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഫാമിലിക്ക് ടൈം കുറവ് പോലെ അങ്ങനെ എന്തെങ്കിലും? അത് നമ്മൾ ബിസി ആകുന്നതനുസരിച്ച് കുറവാകാൻ ചാൻസ് ഉണ്ട്. സർജന്റെ ലൈഫ് കുറച്ചൊരു ബിസി ആയിരിക്കും, കാരണം ഓർത്തോപെഡിക്സ് എപ്പോഴും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. എമർജൻസിയിൽ ഒരു ഓപ്പൺ ഫ്രാക്ചർ വന്നാൽ അപ്പം തന്നെ നമ്മളത് ഫിക്സ് ചെയ്യുക, പേഷ്യൻ്റെ കാണാൻ പോകണം, എല്ലാം മെഡിക്കോ ലീഗൽ കേസുകളായിരിക്കും, അവരുടെ ഫയല്, അതിൻ്റെ കേസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ലൈഫ് കുറച്ച് ബിസി ആവാൻ ചാൻസ് ഉണ്ട്, നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് പോകണം.
ഇപ്പോൾ നമ്മൾ കുറേ പേര് ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അവർക്കുള്ള ഒരു കോമൺ ഡൗട്ടാണ് എന്ത് സ്പെഷ്യാലിറ്റി എടുക്കുന്നുള്ളത്. മോസ്റ്റ്ലി വിർ ഓൾ കൺഫ്യൂസ്ഡ്. അപ്പം മാം എങ്ങനെയാണ് ഓർത്തോപെഡിക്സ് സെലക്ട് ചെയ്തത്? ലൈക്ക് ആ ഒരു അല്ലെങ്കിൽ നമ്മളിപ്പം യങ് ഡോക്ടേഴ്സ് എങ്ങനെ അവർ ആഫ്റ്റർ ദെയർ UG അവരെങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെ ചൂസ് ചെയ്യും? ബിക്കോസ് വൺസ് യു ഹാവ് ചൂസൺ ദിസ് ദെൻ ദെയർ ഈസ് നോ ഗോയിങ് ബാക്ക്. ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സർജറി ആയിരുന്നു. ഓക്കെ. സോ ഐ ചോസ് സർജറി ആൻഡ് ടുക്ക് സീറ്റ് ഇൻ അമല. ആ സീറ്റ് ആക്ച്വലി എനിക്ക് ഒരു ഓപ്ഷൻ്റെ ഒരു പ്രശ്നത്തിൽ നഷ്ടമായതാണ്. അങ്ങനെ ഞാൻ ഓർത്തോയിലേക്ക് ജൂബിലിയിലേക്ക് വന്നതാണ്. പക്ഷേ ഈ ഓർത്തോപെഡിക്സിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് റേഡിയേഷൻ ഒരുപാട് അടിക്കേണ്ടി വരും. നമുക്ക് ലെഡ് ഏപ്രണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര ഹെവിയാണ്. ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് ലെഡ് ഏപ്രൺ ഇട്ട് വൈകിട്ട് വരെ കേസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്ട്രെസ് സ്പൈനൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ റേഡിയേഷൻ അടിക്കുമ്പോൾ നമുക്ക് ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ ഇഷ്യൂസ് ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. പിന്നെ മാലിഗ്നൻസീസ് 80% ഓഫ് ഫീമെയിൽ ഓർത്തോപെഡീഷ്യൻസ് ആർ സഫറിങ് ഫ്രം ബ്രസ്റ്റ് CA എന്നാണ് പറയുന്നത്. CA ബ്രസ്റ്റ് ഭയങ്കര കോമൺ ആണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ ആ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ. പിന്നെ നമ്മൾ ഓർത്തോപെഡിക്സ് സെലക്ട് ചെയ്തുകൊണ്ട് ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുമൊന്നുമില്ല. ഇപ്പം നമ്മൾക്ക് വരുന്ന പേഷ്യൻസ് ഒരുപാട് ഫീമെയിൽ പേഷ്യൻസ് നമ്മളെ കാണാൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലേഡി സൂപ്പർ ഹീറോ പോലെ ആയിരിക്കും അവർ കാണുന്നത്. അയ്യോ, അതെനിക്ക് ലേഡി സൂപ്പർ ഹീറോ എന്ന് പറയാനില്ല. ഒരു സർജനെ കാണുമ്പോൾ ഇപ്പോൾ ഓർത്തോപെഡിക്സിൽ ഒരു ലേഡി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സ്പൈൻ കാണിക്കാനാണെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു ഗ്ലൂട്ടിയൽ പെയിൻ ഒരു തൈ പെയിൻ ഒക്കെ കാണിക്കാൻ ഒരു മെയിലിനേക്കാളും കംഫർട്ടബിൾ അവർക്ക് ഫീമെയിൽ ആയിരിക്കും എപ്പോഴും. അപ്പം അങ്ങനെ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ സർജറി എപ്പോഴും അവരൊരു ക്വസ്റ്റ്യൻ, ഫീമെയിൽ ഓർത്തോപെഡീഷ്യൻ സർജറി ചെയ്യുന്ന ഡോക്ടറാണല്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. സർജറി ചെയ്യും എന്ന് പറയും ഞാനപ്പോൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ പേഷ്യൻസ് കുഴപ്പമില്ല ആള് സർജറി ചെയ്യും എന്നുള്ള രീതിയിൽ വരുമായിരിക്കും. അപ്പം എപ്പോഴും മെയിൽസ് ആണ് ഓർത്തോപെഡീഷ്യൻ എന്നുള്ളൊരിത് ജനങ്ങളുടെ ഇടയിലുണ്ട് ഇപ്പോഴും. ഇപ്പോൾ പണ്ടുള്ളതിനേക്കാളും ഇപ്പോൾ നമ്മുടെ വേൾഡ് ഇസ് ഫാസ്റ്റ് മൂവിങ്. ഇപ്പോൾ കുറേ കൂടി ഫീമെയിൽസ് എല്ലാവരും അവരുടെ വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി ഇതിന് വേണ്ടിയിട്ട് ദേ ഹാവ് ടു ഡു സംതിങ്. അങ്ങനെ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ കൂടി വരുന്നൊരു വേൾഡിലാണ് നമ്മൾ. അപ്പം പണ്ടുണ്ടായിരുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ് ഓഫ് വിമൻ ഇൻ സർജറി സ്പെഷ്യാലിറ്റീസ് അതെങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ് അത് മാറിയിട്ട് എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്? ഇപ്പോൾ മാമിന് കൊളീഗ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഫീമെയിൽ സർജൻസ് ഒക്കെ ഉണ്ടാവും. സോ ആ ഒരു ട്രെൻഡിനെ കുറിച്ച് എന്താ മാമിന് പറയാനുള്ളത്? അത് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ 100 കോടി ജനങ്ങളിൽ ആകെ 400 ഓർത്തോപെഡീഷ്യൻസ് ആണ്, നമ്മുടെ വിമൺ ഓർത്തോപെഡീഷ്യൻസ് ആണ് ആ ഗ്രൂപ്പിലുള്ളത്. കേരളത്തിൽ 10 കോടി ജനങ്ങളിലാകെ 30 ഓർത്തോപെഡീഷ്യൻസ് ആണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. അപ്പം അത്രയും കുറവാണ് ട്രെൻഡ്. ഇപ്പോൾ ഒരു 70% ഫീമെയിൽസ് MBBS പഠിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ചൂസ് ചെയ്യുന്നത് നോൺ സർജിക്കൽ സബ്ജക്ട്സ് ആണ്. അത് ട്രെൻഡ് മാറി വരണം. എല്ലാവരും അവരുടെ കഴിവുകൾ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്, അതർ ദാൻ ജെൻഡർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ മാമിൻ്റെ MBBS ലൈഫിലാണെങ്കിലും ഇപ്പോൾ PG ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഇൻസ്പയറിങ് വിമൻ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരു ഫിഗർ ഉണ്ടായിരുന്നോ? ഇപ്പോൾ പ്രൊഫഷണലി ആവണമെന്നില്ല, ഔട്ട്സൈഡ് പ്രൊഫഷൻ, ഫ്രണ്ട്സ് സർക്കിളാവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, ഫാമിലിയിലായിരിക്കാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു ലേഡി? എൻ്റെ ഗ്രാൻഡ് മദർ ഒരു ഇൻസ്പയറിംഗ് ലേഡിയാണ് ആക്ച്വലി. ആള് അധികം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ആള് ചെയ്യാത്ത വർക്കൊന്നുമില്ല, ഭയങ്കര ടാലന്റഡ് ആണ് ആള്. അതുപോലെ എൻ്റെ അമ്മയും. അപ്പോൾ പ്രൊഫഷനിൽ ഞാൻ അങ്ങനെ എനിക്ക് ലേഡീസ് എന്ന് പറയാൻ ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഭയങ്കര അടിപൊളിയാണ്. ഫാമിലി ഒക്കെ ആയിട്ട് എങ്ങനെയാ? എൻ്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് ക്രിട്ടിക്കൽ കെയറിൽ, ജെയിൻ കെ ജോർജ് എന്നാണ് പേര്. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആളിവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് കല്യാണം വരുന്നത്. അതിനുശേഷമാണ് ഞാനിവിടെ PGക്ക് ജോയിൻ ചെയ്തത്. ഒരു മോനുണ്ട്, 1.25 വയസ്സായി, സാമുവൽ എന്നാണ് പേര്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ്, ഐ വുഡ് സേ ഇറ്റ്സ് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് മൈ സെഗ്മെന്റ്. അപ്പം റാപ്പിഡ് ഫയർ. ദാറ്റ് മീൻസ് എന്താണോ മാമിന് മനസ്സിലേക്ക് വരുന്നത് അത് പറയാം, നോ ഓവർ തിങ്കിങ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് one piece of advice that you would wish to have had during your MBBS days? MBBS എടുക്കണ്ടായിരുന്നു. Okay. Okay, that is controversial. Okay, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, ടീച്ചറായാൽ മതിയായിരുന്നു, എൻ്റെ ആഗ്രഹം അതായിരുന്നു. ദാറ്റ്സ് വൈ ഐ ജോയിൻഡ് ഇൻ മെഡിക്കൽ കോളേജ്, ബിക്കോസ് എനിക്ക് ടീച്ചറും ആകാം ഒപ്പം വർക്കും ചെയ്യാം. So first question, one piece of advice that you wish you had during your
MBBS days? അത് ആക്ച്വലി MBBS എടുക്കേണ്ടായിരുന്നതാണ്. Okay. ആക്ച്വലി എനിക്ക് ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ ടീച്ചർ പ്ലസ് ഡോക്ടർ എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. Okay. Next question. One small habit that keeps you motivated even on the toughest days? അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഔട്ട്കം ഓർത്തോപെഡിക്സ്. അതായത് സർജറി ചെയ്ത് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ചോദിക്കും ഞാൻ എങ്ങോട്ടാ നടക്കണ്ടേ ഡോക്ടർ. അതാണ് നമ്മളുടെ ഔട്ട്കം. നെക്സ്റ്റ് ഡേ തന്നെ ഔട്ട്കം അല്ല, മാമിന്റെ ഒരു സ്മോൾ ഹാബിറ്റ്, അതായത് ഇപ്പം OP ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയർഡായിട്ട് വീട്ടിൽ പോകുമ്പം അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ഹാബിറ്റ് ദാറ്റ് യു ഡു ഇൻ ഓർഡർ ടു ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് ഹെക്ടിക്. നമ്മളുടെ അതെ, നമ്മുടെ ഞാൻ വർക്കിലായിരിക്കും. അത് ജിം ആയിരിക്കും. ഓക്കെ. That is sports and gym activities. മാമിന്റെ സ്പോർട്സ് ആ ഒരു ലൈഫ്? സ്പോർട്സ് ലൈഫ് ഐ വാസ് എ ബാഡ്മിന്റൺ പ്ലെയർ. ഓക്കെ. പിന്നെ അത് ഞാൻ ക്വിറ്റ് ചെയ്തു. എനിക്ക് സ്പൈനിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ ക്വിറ്റ് ചെയ്തതാണ്. ഇപ്പൊ കോമ്പറ്റീഷൻസിനൊക്കെ പോവാറില്ല. നെക്സ്റ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാം സർജനാണ്, പ്രൊഫസറാണ്, മദറാണ്, സ്പോർട്സ് എൻതൂസിയാസ്റ്റ് ആണ്. ഏത് റോൾ ചെയ്യുമ്പോഴാണ് മാം മോസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? സ്പോർട്സ്. ഓക്കെ. എന്തുകൊണ്ടാണ് സ്പോർട്സ് എന്ന് പറയുന്നത്? ബിക്കോസ് യു ലൈക്ക് ദാറ്റ് മോസ്റ്റ്. MBBSന് ഞാൻ ക്ലാസ്സിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ട്രിപ്പ് പോയിട്ടുള്ളത് ബാഡ്മിന്റൺ, കൊക്കോ കളിക്കാനൊക്കെയാണ്. ഓക്കെ. ആക്ച്വലി ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മണിപ്പാലിലൊക്കെ പോയിട്ടുണ്ട്. ആ ഡേയ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോഴും അതുപോലത്തെ മൊമെന്റ്സ് ഇല്ലെന്നല്ല, ഞങ്ങൾ ജിമ്മൊക്കെ പോകാറുണ്ട്, ബാഡ്മിന്റൺ കളിക്കാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാറുണ്ട്. ആ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ പേര് ഇങ്ങനെ അക്കാഡമിക്സ് മാത്രമായിട്ട് ഇരിക്കുകയാണ്, അതിന് പുറത്തേക്ക് ഒരു വേൾഡ് ഉള്ളത് ആരും അധികം എക്സ്പ്ലോർ ചെയ്യാറില്ല. സോ ഐ തിങ്ക് ദിസ് ഇസ് വെരി ഇൻസ്പിറേഷണൽ. എനിക്ക് ട്രിപ്സ് ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. സോ അവസാനമായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു മെസ്സേജ് ടു ലിസണേഴ്സ്. നമുക്കറിയാം ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. സോ എന്ത് മെസ്സേജാണ് നമ്മുടെ ലിസണേഴ്സ്, JFM ലിസണേഴ്സിന് കൊടുക്കാനുള്ളത്? ബിലീവ് ഇൻ യുവർ സ്കിൽസ്, ചൂസ് യുവർ പ്രൊഫഷൻ വൈസ്ലി. ഡോക്ടർ ആവാൻ ഏത് ഫീൽഡാണോ ഇഷ്ടം, ഓർത്തോപെഡിക്സ് ഇഷ്ടമുള്ള ഒരു ഓർത്തോപെഡിക്സ് എടുക്കുക. അല്ലെ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ, ജെൻഡർ എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സ്കിൽസിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മളുടെ ടാലൻറ്റിൽ നമ്മൾ വിശ്വസിക്കുക. അത് മാത്രം ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. താങ്ക് യു മാം. സോ അപ്പം നമ്മുടെ ഇന്റർനാഷണൽ വിമൻസ് ഡേ സ്പെഷ്യൽ JFMന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ത്രൂ ഔട്ട്, ആൻഡ് ഐ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ഹർ. ഐ ഹോപ്പ് എൻ്റെ ലിസണേഴ്സും എനിക്ക് കിട്ടിയ പോലെ തന്നെ അത്യാവശ്യം നല്ല ടേക്ക് ഹോം മെസ്സേജസ് ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് മാം ഫോർ ജോയിനിങ് അസ്. ഇത്രയും ഹെക്ടിക് സ്കെഡ്യൂളിൻ്റെ ഇടയിൽ മാം ഒന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഓടി വന്നു ആൻഡ് ഇത് ത്രൂ ഔട്ട് ഇരുന്നു. സോ താങ്ക് യു സോ മച്ച് മാം. ഇറ്റ് വാസ് എ റിയലി നൈസ് ടൈം. Thank you for choosing me. And special thanks to IMA MSN for collaborating with us on this special day. This is RJ Nivedya signing off from JFM. Ittiri paattu ottiri kootu. Stay tuned, stay inspired, and keep the conversations going.